சிலை பெயராது. അച്ഛൻ നാട്ടിൽ വന്നാൽ മുടങ്ങാണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഗുരുവായൂരപ്പനെ കാണാനുള്ള ഈ ഒരു പോക്ക്. എല്ലാ പ്രാവശ്യവും അച്ഛൻ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോണ് മൂപ്പരെ കാണാണ്ട് പോയി അച്ഛനൊരു ഇടങ്ങേറ് തോന്നണോണ്ടാ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് തുലാഭാരം നടന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ. പെട്ടെന്നൊരു ദിവസം പനിയാന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോയ ഞാൻ രാത്രി 7-8 മണിയായപ്പോൾ അച്ഛനെ വിളിച്ചിട്ട്, അച്ഛൻ എനിക്ക് അപ്പൻഡിക്സ് അത്ര സർജറി വേണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കിളിയാ പോയി. ആ സമയത്ത് അച്ഛൻ നേർന്നാണ് ഈ തുലാഭാരം ചെയ്യുന്നൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നേന്ത്രപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്ത് ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാവും, കുറെ നേരം പിടിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ചെയ്ത് ഇറങ്ങാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് നേരെ തൊഴുത് ഇറങ്ങിയതും ഞാൻ കുളത്തിക്കാണ് പിന്നെ ഓടിപ്പോയത്. എന്താ പറഞ്ഞൂടാ, ഗുരുവായൂർ പോയി കുളം കണ്ട് ഈ മീനുകളോടൊക്കെ ഒന്ന് ഹായ് പറഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ തിരിച്ചിറങ്ങാൻ നേരത്ത് അപ്പുറത്തും ഇപ്പുറത്തും നോക്കരുത്, നേരെ പോയിക്കോ എന്ന് വിചാരിച്ചാൽ കൂടി അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കടകള് എന്നെ വഴി തെറ്റിക്കും. അങ്ങനെ ഞാൻ ഒരു കടയിൽ കയറി കുറച്ച് കമ്മല് വാങ്ങിച്ചു. പിന്നെ ഈ പാദസരം വാങ്ങിക്കില്ല, ഇതെന്റെ അച്ഛന്റെ ലിസ്റ്റിലുള്ളതാണ് കേട്ടോ. അച്ഛൻ എപ്പോൾ ഗുരുവായൂർ പോയാലും എനിക്ക് പാദസരം വാങ്ങിച്ചു തരും. പിന്നെ അമ്പലത്തിൽ പോയ ഒരു ദോശ, അത് മസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞാനും അച്ഛനും ആദ്യം കൂടി ഒരു ദോശയും പോയി കഴിച്ചു. അപ്പൊ അത്രയും ടാറ്റ ബൈ ബൈ, സീ യു.